പിതൃവായിരിക്കുന്ന അഗ്നിയുടെ സാമീപ്യത്താൽ ഡാർക്ക് എനർജി ആയിരിക്കുന്ന കറുപ്പിൻ്റെ വർണ്ണമായിരിക്കുന്ന ആകാശത്തിന് പീത നിറം വരും. ആകാശത്തിൻ്റെ പീത നിറത്തിന് കാരണമായിരിക്കുന്ന പീതു എന്ന് പറഞ്ഞാൽ അഗ്നിയാണ്. ആകാശത്തിൻ്റെ മഞ്ഞ നിറത്തിന് പീതത്തിന് കാരണം പീതുവാകുന്നു, അഗ്നിയാകുന്നു. അഗ്നി പിതൃശക്തിയാകുന്നു, ആകാശം മാതൃചൈതന്യമാകുന്നു. പീതുവായിരിക്കുന്ന അഗ്നി ജനനകാരണ ശക്തിയായിരിക്കുന്ന പിതൃവാകുന്നു. പീത നിറത്താൽ ആകാശം ജീവനെ തന്നെ നിറയ്ക്കുന്ന മാതൃവാകുന്നു. അപ്പോൾ പിതൃ മാതൃ എന്ന് പറയുന്ന രണ്ട് ഭാവങ്ങൾ അത് പ്രത്യക്ഷമാകുന്നത് മണ്ണിലും ജലത്തിലുമാണ്. ആ അഗ്നിയാൽ മണ്ണ് പിതൃവാകുന്നു, ആകാശത്താൽ ജലം മാതൃവാകുന്നു. അപ്പോൾ മാതൃ പിതൃഭാവങ്ങൾ അഗ്നിയുടെയും ആകാശത്തിൻ്റെതുമാണ്. മാതൃ പിതൃ രൂപങ്ങൾ മണ്ണിനാലും ജലത്തിനാലുമാകുന്നു, ശിവനാലും പാർവതിയാലുമാകുന്നു. മാതൃ പിതൃഭാവത്തിന് കാരണം അഗ്നിയും ആകാശവുമാണ്. മാതൃ പിതൃ രൂപങ്ങൾക്ക് കാരണം മണ്ണും ജലവുമാണ്. ആ മാതൃ പിതൃഭാവത്താലും ആ മാതൃ പിതൃ രൂപത്താലും ജനിക്കുന്നത് പുത്രൻ, പുത്രി, ആത്മജ, ആത്മജൻ. അപ്പം പിതൃ മാതൃ എന്ന് പറയുന്ന രണ്ട് ശക്തികളാൽ ജനിക്കുന്നതാണ് പുത്ര, പുത്രി. അപ്പോൾ പിതൃശക്തിയായിരിക്കുന്ന അഗ്നി മൃത്യു കാരണമായിരിക്കുന്ന ആകാശത്തിൻ്റെ ഭാവത്തെ നീക്കി പീത നിറത്തിലേക്ക് എത്തിച്ച് മാതൃവാക്കി, മാതാവാക്കി, ആ രണ്ട് ഭാവത്തെ മണ്ണിലും ജലത്തിലുമേകി മണ്ണിനെ പിതൃവാക്കി, ജലത്തെ മാതൃവാക്കി, ജൈവഗണമായിരിക്കുന്ന ജീവന്റെ ഗണമായിരിക്കുന്ന വായുമണ്ഡലത്തിൽ ജനിക്കുന്നതാണ് പുത്രൻ, പുത്രി. അപ്പോൾ പിതൃ മാതൃ പുത്ര പുത്രി കേട്ടിട്ടില്ലേ? പുന്നാമമാകുന്ന നരകത്തിൽ നിന്നും പിതാവിനെ മാതാവിനെ ത്രാണനം ചെയ്യിക്കുന്നതാണ് പുത്ര പുത്രി. എന്താണ് പുത്ത് എന്ന് പറയുന്ന നരകം എന്ന് ചോദിച്ചാൽ ജീവനെ പുനർജനിയില്ലാത്ത അവസ്ഥയിൽ നിന്നും ജീവൻ നമ്മൾ പുനർജനിക്കുന്ന അവസ്ഥയിലേക്ക് ഉയർത്തുന്ന ആ സ്വർഗീയതയിലേക്ക്, നമ്മളുടെ സ്വപ്നങ്ങൾക്ക് നിറത്തെ കൊടുത്ത് വർണ്ണത്തെ ജനിപ്പിക്കുന്ന നമ്മളുടെ ജീവനെ പുനർജനിപ്പിക്കുന്നതിൻ്റെ ആ സ്വർഗീയതയെ നമുക്ക് നൽകുന്നത് പുത്രനും പുത്രിയുമാകുന്നു. എന്താണ് പുത്രനും പുത്രിയും? നമ്മളുടെ പുനർജന്മമാണ്. നമ്മളിൽ നിന്നും പുനർജനിച്ചതാണ് ആ പുത്രനും പുത്രിയും. അപ്പം നമ്മളുടെ പുനർജന്മം തേടി തപ്പി അലയുന്നവരുണ്ടല്ലേ, നമ്മളുടെ അച്ഛനും അമ്മയും ഇതല്ല മറ്റെവിടെയോ തുടുത്ത് വെളുത്ത് സുന്ദരമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നവർ ഇല്ലേ? നമ്മുടെ ആചാര്യന്മാരെ എന്താണ് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇന്ന് ഇക്കാലത്ത്? നമ്മളുടെ അച്ഛനും അമ്മയും ഈ ഇരിക്കുന്നതല്ല, വേറെ എവിടെയോ സുഖകരമായിട്ട് രാജാവും രാജ്ഞിയായിട്ട് ഇരിക്കുകയാണ്. അവരുടെ മക്കളാണ് നമ്മൾ ഈ ഇരിക്കുന്നത്, നമ്മളുടെ വാടകയ്ക്കെടുത്ത അച്ഛനും അമ്മയുമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു തലമുറയിലാണ് നമ്മൾ നിൽക്കുന്നത്. അത്രയും വലിയ ഒരു തെറ്റാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ മുജ്ജന്മം എന്ന് പറഞ്ഞാൽ നമ്മളുടെ അച്ഛനും അമ്മയുമാണ്. നമ്മളുടെ പുനർജന്മം ഏതാണ്? നമ്മുടെ മക്കളാണ്. പുത്ത് എന്ന് പറയുന്ന നരകത്തിൽ നിന്നും, അതായത് ജീവൻ പുനർജനിക്കാത്ത അവസ്ഥയിൽ നിന്നും പുന്നാമമാകുന്ന നരകത്തിൽ നിന്നും പുതുജീവനായി ജനിക്കുന്ന ആ മോക്ഷമേക്കുന്ന അവസ്ഥയാണ് പുത്ര പുത്രി. അപ്പം മാതൃ പിതൃ പുത്ര പുത്രി. പ്രോഗ്രാം സ്പോൺസർഡ് ബൈ മൂഴിക്കരോട്.